ഒന്ന് സ്ത്രീ വിഷയമാണ്, രണ്ട് പോക്സോ കേസാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നന്നായി ഉപയോഗിക്കുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അത് അടുത്ത കാലത്തൊരു എൻട്രിയാണ്. പോക്സോ കേസിന് അടുത്ത കാലത്തൊന്നും അടുത്ത കാലം വരെ അത്ര വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഗുരുതരമായ കേസാണ്, ജാമ്യം കിട്ടാത്ത കേസാണ്. അപ്പോൾ ഗൗരവമായിട്ട് എടുക്കുന്ന കേസായതുകൊണ്ട് മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും ഹീനമായ കേസുമാണ് നമ്മൾ കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കേസാണ്. മൂന്നാമത്തേത് ജാതി അധിക്ഷേപമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായാൽ അവിടെ എവിടെയെങ്കിലും ഒരു പട്ടികജാതിക്കാരനെയോ പട്ടികവർഗ്ഗക്കാരനെയോ കൊണ്ടുപോയി നിർത്തിയിട്ട് അവനെ കൊണ്ട് 4 തെറി പറയിക്കും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവനെ തിരിച്ചൊരു തെറി പറയുകയോ അല്ലെങ്കിൽ അവനെ പിടിച്ച് തള്ളുകയോ ചെയ്യും, മതി. ജാതി അധിക്ഷേപം, പട്ടികജാതിക്കാരെ അധിക്ഷേപിച്ചു, വലിയ കേസാണ്, സീരിയസ് ആയ വകുപ്പാണ്. അപ്പോൾ ഇത്തരം ഒഫൻസുകൾ വരുന്ന കാലത്തോളം ഇത് കേരളത്തിൻ്റെ പൊതു സ്വഭാവമാണ്. ഇത് പൊതു സ്വഭാവമാണെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിലും അങ്ങനെയുണ്ട്. ഈ 3 തരം കേസുകളും ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നവരാണ് കേരളത്തിൽ മാറി മാറി വരുന്ന 2 മുന്നണികളും പരസ്പരം പ്രയോഗിച്ചിട്ടുണ്ട്. 1. 2. ഓരോ പാർട്ടിക്കകത്തും എതിരാളികളെ ഒതുക്കാൻ ഗ്രൂപ്പുകൾ പരസ്പരം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ചാരക്കേസൊക്കെ കൊണ്ടുവരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.